ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 10 വിഭൂതിയോഗം. ശ്ലോകം 32, പേജ് നമ്പർ 563. സർഗാണാമാദിരന്തശ്ച മദ്യം ചൈവാഹമർജുന അധ്യാത്മവിദ്യാ വിദ്യാനാം വാദഃ പ്രവദതാമഹം. പദാനുപദം. സർഗാണാം സർഗങ്ങളുടെ, സൃഷ്ടികളുടെ, ആദിഹി ആദിയും, മധ്യം ച മധ്യവും, അന്തഃ ച അന്തവും, അർജുന ഹേ അർജുന, അഹം ഏവ ഞാൻ തന്നെ, വിദ്യാനാം വിദ്യകളിൽ വെച്ച്, ആധ്യാത്മവിദ്യ ആധ്യാത്മവിദ്യയും, പ്രവദതാം പ്രവദത്തുക്കളുടെ വാദിക്കുന്നവരുടെ, വാദഃ ച വാദവും, അഹം അസ്മി ഞാനാകുന്നു. വിവർത്തനം. സൃഷ്ടിയുടെ ആദിമധ്യാവസാനങ്ങൾ ഞാൻ തന്നെ. അർജുന, ശാസ്ത്രങ്ങളിൽ ആധ്യാത്മശാസ്ത്രവും തർക്കശാസ്ത്രങ്ങളിൽ നിർണയ സത്യവുമാണ് ഞാൻ. ഭാവാർത്ഥം. സൃഷ്ടികളിൽ ആദ്യത്തേത് ഭൗതിക മൂലകങ്ങളുടേതാണ്. മുമ്പ് പറഞ്ഞതുപോലെ മഹാവിഷ്ണു, ഗർഭോദകശായി വിഷ്ണു, ക്ഷീരോദകശായി വിഷ്ണു എന്നിവരത്രേ വിശ്വാവിഷ്കാരത്തെ സൃഷ്ടിക്കുന്നതും പ്രവർത്തിപ്പിക്കുന്നതും. പ്രപഞ്ച സംഹാരം ചെയ്യുന്നത് ശിവനാണ്. ബ്രഹ്മാവിന് സ്രഷ്ടാവെന്ന നിലയ്ക്ക് 2ാം സ്ഥാനമേയുള്ളൂ. ഭഗവാന്റെ പ്രകൃതി ഗുണങ്ങളുടെ അവതാരങ്ങളാണ് ഈ സൃഷ്ടിസ്ഥിതി സംഹാര ദേവതകൾ. അതിനാൽ സൃഷ്ടിജാലത്തിൻ്റെ ആദിമധ്യാന്തങ്ങൾ അദ്ദേഹം തന്നെ. ഉന്നത പഠനത്തിനുതകുന്ന വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ പലവിധമുണ്ട്. 4 വേദങ്ങൾ, അവയുടെ 6 അംഗങ്ങൾ, വേദാന്തസൂത്രം, ന്യായശാസ്ത്രം, മതഗ്രന്ഥങ്ങൾ, പുരാണങ്ങൾ എന്നിങ്ങനെ പഠിക്കേണ്ടുന്ന കൃതികൾ 14 വിധം. ഇവയിൽ ആധ്യാത്മിക വിദ്യ, ആധ്യാത്മിക ശാസ്ത്രം, വിശേഷിച്ച് വേദാന്തസൂത്രം കൃഷ്ണന്റെ പ്രതിനിധിയാണ്. താർക്കികരിൽ വിവിധ തരത്തിലുള്ള വാദമുഖങ്ങളുണ്ട്. തെളിവ് സഹിതം ഒരാളുടെ വാദഗതിയെ ന്യായീകരിക്കുന്നതോടൊപ്പം എതിർഭാഗത്തെയും ന്യായീകരിക്കുന്നതിനെ ജൽപ്പമെന്നു പറയുന്നു. എതിരാളിയെ പരാജയപ്പെടുത്തുവാൻ മാത്രം ചെയ്യുന്ന വാദഗതിയാണ് വിതണ്ഡ.
യഥാർത്ഥമായ നിഗമനത്തിലെത്തിച്ചേരലാണ് വാദം. ഈ നിർണയ സത്യമാണ് കൃഷ്ണന്റെ പ്രതിനിധി. ഹരേ കൃഷ്ണ.